ചില പ്രതികാരങ്ങൾക്ക് കനലിൻ്റെ ചൂടാണ്. പക്ഷേ ആ കനലിലേക്ക് പെയ്യുന്ന മഴത്തുള്ളിയാവുകയാണ് പ്രണയം. തകർക്കാൻ വന്നവൻ തകർന്നു പോകുന്ന നിമിഷം. ഒരു കുടുംബത്തോടുള്ള അടങ്ങാത്ത പക, ആ പകയ്ക്കപ്പുറം അവളോടുള്ള വല്ലാത്തൊരിഷ്ടവും വിദ്വേഷവും അനുരാഗവും നേർക്കുനേർ നിൽക്കുന്ന പോരാട്ടം. അതെ ഫ്രണ്ട്സ്, അറഫ്ത എന്ന മനോഹരമായ ഏവർക്കും പ്രിയപ്പെട്ട ടർക്കിഷ് സീരീസാണ് ഇന്നു മുതൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ മലയാളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തീർച്ചയായിട്ടും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കഥാനായകനായ അദേശിനെയും കഥാനായികയായ മേജനെയുമാണ്. മേജൻ ബോധമില്ലാതെ കിടക്കുന്ന അദേശിനെ വലിച്ചഴച്ച് ഒരുപാട് പ്രയാസപ്പെട്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പാസ്റ്റാണ്, അതായത് 187 ദിവസം മുൻപ്. ഇവിടെ നിന്നാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായികയായ മേജൻ ഓടി വരുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് ടെൻഷനോട് കൂടി എന്ത് ചെയ്യുന്നറിയാതെ ഓടുകയാണ് അവൾ. കാരണം അവളുടെ പിറകിൽ 2-3 പേര് അവളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓടി ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൾ അവിടെ ഒരു ബോട്ട് കാണുന്നത്. അതിലാണെങ്കിൽ ആരുമില്ല. അപ്പോൾ അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നേരെ ആ ബോട്ടിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന ആ മീൻവലകളുടെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സിട്ട ആൾ ആ ബോട്ടിലേക്ക് കയറി പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇത് മേജനും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയും അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് അവളൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വൈറ്റ് ഡ്രസ്സിട്ട ആൾ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മേജനാണെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പോയെന്ന് നോക്കാൻ വേണ്ടി അവൾ ആ വലയുടെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തല പൊക്കി നോക്കിയപ്പോൾ അവരവളെ കാണുകയാണ്. പക്ഷേ ബോട്ട് മുന്നോട്ട് എടുത്തുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അവിടെ തന്നെ നിന്ന് മേജനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ബോട്ട് കുറച്ച് മുന്നോട്ട് പോയതും ആ ബോട്ട് ഓടിക്കുന്ന ആ വൈറ്റ് ഡ്രസ്സിട്ട ആൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ആ ബോട്ടിൽ ആരോ ഉണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് ആ ബോട്ട് നിർത്തുകയാണ്. അങ്ങനെ ഈ വൈറ്റ് ഡ്രസ്സിട്ട ആള് നേരെ നമ്മുടെ മേജന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. മേജനാണെങ്കിൽ ഇതെല്ലാം കണ്ട് കുറച്ച് പേടിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ വൈറ്റ് ഡ്രസ്സിട്ട ആള് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായ ആദേശ് ആയിരുന്നു. ആദേശ് നേരെ മേജന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ ഈ മീൻവലയിലൊക്കെ മത്സ്യകന്യമാരും കുടുങ്ങാൻ തുടങ്ങിയോന്ന്. എങ്കിൽ ഇത് കേൾക്കുന്ന മേജന് ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും തൻ്റെ അവസ്ഥ അതായതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വേഗം എഴുന്നേൽക്കുകയാണ്. എൻ്റെ ബോട്ടിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് ആദേശ് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ടെങ്കിലും മേജൻ അതിനൊന്നും ഉത്തരം പറയാതെ ആ വലക്കുരുക്കിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കിടന്ന് കോപ്രായം കാണിച്ചു വിട്ടാണ്. എങ്കിൽ ഇത് കാണുന്ന ആദേശിന് നല്ല ചിരി വരുന്നുണ്ട്. നീ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കുരുങ്ങുകയുള്ളൂ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മേജൻ്റെ അനുവാദമൊന്നും ഇല്ലാതെ തന്നെ ആദേശ് ആ വല പൊക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർക്കിടയിൽ ആദ്യമായിട്ട് ഒരു സൈലന്റ് മൊമെന്റ് അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ മേജൻ വേഗം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ജേർക്കിംഗ് കാരണം മേജൻ അവിടെ വീഴാൻ പോവാണ്. അപ്പോൾ ആദേശാണെങ്കിൽ മേജൻ വീഴാതിരിക്കാൻ വേണ്ടി മേജനെ പിടിക്കുന്നുണ്ട്. പക്ഷേ മേജൻ ഇത് തീരെ പിടിക്കുന്നില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്നെ വിടുന്നുണ്ടോ, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ആദേശാണെങ്കിൽ ഒന്നും നോക്കാതെ നേരെ അവളെ അങ്ങ് വിടുകയാണ്. അവൾ നേരെ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഇത് കാണുന്ന മേജന് അതിലും കൂടുതൽ ദേഷ്യം വരും. അല്ല നിങ്ങൾ ഇപ്പം എന്തായി കാണിച്ചേ? അപ്പോൾ ആദേശ് പറയും, നീ തന്നെയല്ലേ എന്നെ വിടാൻ പറഞ്ഞത്, അപ്പം ഞാൻ വിട്ടു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മേലേക്ക് പോകും. മേജനും ആദേശിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ വണ്ടി ഒന്ന് നിർത്തോ, എവിടേക്കായി പോകുന്നത്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് മേജൻ പറയും. അപ്പോൾ ആദേശ് പറയും, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകാൻ നിൽക്കുന്നത്, എനിക്ക് വണ്ടി ഒരിക്കലും തിരിച്ച് കരയിലാക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ മേജൻ അവളുടെ ഫാമിലിയെക്കുറിച്ച് പറയാണ്. എൻ്റെ ഫാമിലിനെ കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിക്കുന്നുണ്ടാവും, വണ്ടി ഇവിടെ തന്നെ നിർത്തണം എന്നൊക്കെ മേജൻ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് ആദേശ് ചോദിക്കും, പിന്നെ എന്തിനാണ് നീ ഈ വണ്ടിയിലേക്ക് കയറിയത്? മേജനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ സ്റ്റെയറിംഗ് പിടിച്ച് വണ്ടി തിരിക്കുകയാണ്. എങ്കിൽ ഇത് കാണുന്ന ആദേശ് നല്ല ദേഷ്യം പിടിച്ച് മേജന്റെ കൈ കയറി പിടിച്ച് അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ ഈ വണ്ടി എൻ്റെതാണ്, ഞാനാണ് ഈ വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ നിർത്തണം എന്താണെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇതിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ? അല്ല സത്യം പറഞ്ഞാൽ നീ എന്തിനാ ഈ ബോട്ടിലേക്ക് ഇപ്പോൾ കയറി വന്നത്? എങ്കിൽ ഇത് കേൾക്കുന്ന മേജൻ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങളത് അന്വേഷിക്കണ്ട എന്ന് പറയും. ഇത് കേൾക്കുന്ന ആദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ ആ ബോട്ട് കരയിൽ എത്തിക്കുകയാണ്. മേജനാണെങ്കിൽ എങ്ങനെയും എത്ര പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ഹീലും പിന്നെ ആ ഹൈറ്റും എല്ലാം കൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ആദേശ് അവളെ ആ ബോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കി വെച്ച പാടെ തന്നെ അവൾ നേരെ അവിടെ നിന്ന് എടുത്ത് ഓടുകയാണ്. അവൾ ഓടി നേരെ പോകുന്നത് തന്നെ അവളുടെ പിന്നാലെ വന്ന ആ ഗുണ്ടകളുടെ കയ്യിലേക്കാണ്. ഇവരെ കണ്ടതോടെ അവൾ വീണ്ടും വേഗം ഓടാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് ആദേശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മേജൻ ഓടി ഒരു വലിയ കൊക്കയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. നേരെ നോക്കിയാൽ അവളെ പിടിക്കാൻ വന്നവന്മാരും തിരിഞ്ഞു നോക്കിയാൽ വലിയ കടലും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ആകെ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജന്റെ ഫാമിലിയാണ്. അവരെല്ലാവരും ഇവളെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മേജന്റെ ചേട്ടനും പിന്നെ അവരുടെ ഫാമിലി ഫ്രണ്ടായ നസീറും അങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടനെ കണ്ട പാടെ തന്നെ അച്ഛൻ ഓടി വന്ന് അവന് വഴക്ക് പറയാണ്. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറയാണ് അച്ഛൻ. മേജനാണെങ്കിൽ അവരുടെ കൈ പെടുന്നതിനേക്കാൾ നല്ലത് താൻ ചാവുന്നതാണെന്ന് വിചാരിച്ച് അവൾ ആ കടലിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നല്ല സ്റ്റൈലിൽ നമ്മുടെ ആദേശ് കുതിരപ്പുറത്ത് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന പാടെ തന്നെ അവിടെ നിൽക്കുന്ന ഗാർഡ്സിനെ എല്ലാം തല്ലി തെറിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് മേജൻ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ നേരെ കൈ നീട്ടുന്നു. അങ്ങനെ അവൾ ആ കൈ പിടിച്ച് കയറാൻ നിൽക്കുമ്പോഴേക്കും അവൾ താഴേക്ക് വീഴാൻ പോവാണ്. അപ്പോൾ ആദേശ് അവളെ വീണ്ടും ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം
അവൻ അവളെ കുതിരപ്പുറത്ത് കയറ്റുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് കുതിരപ്പുറത്ത് പോവാണ്. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആദേശ് ആ കുതിര അവിടെ നിർത്തുകയാണ്. അങ്ങനെ അവർ അതിൽ നിന്നും ഇറങ്ങും. ഇത് കാണുന്ന മേജർ ചോദിക്കും, അല്ല നമ്മളെന്തിനാ ഇവിടെ നിർത്തുന്നത്, വീട്ടിലേക്ക് പോകുന്നില്ലേ? അപ്പോൾ ആദേശ് പറയും, ഇപ്പം നോക്ക്, നേരം ഒരുപാട് വൈകിട്ടുണ്ട്, ഇനിയും പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മളവിടെ എത്തില്ല, ഒരുപാട് രാത്രിയൊന്നും ഇങ്ങനെ പോകുന്നത് നല്ലതല്ല എന്ന് അവൻ പറയും. ഇത് കേൾക്കുന്ന മേർജൻ പറയും, പക്ഷെ അതെങ്ങനെ ശരിയാവും, എനിക്ക് എൻ്റെ വീട്ടിൽ പോയേ പറ്റൂ, അവരെല്ലാവരും എന്നെ കാണാതാകെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. കറക്റ്റ് സമയത്തിന് ആ കുതിര അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ ഇത് കാണുന്ന മേർജന് മനസ്സിലാവും വേറെ വഴിയില്ല, ഇവിടെ തന്നെ തങ്ങേണ്ടി വരുമെന്ന്. അങ്ങനെ നേരം ഏകദേശം രാത്രിയായി. മേർജൻ ആദേശിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ മേർജൻ ഇങ്ങനെ തോന്നും, ഈ അറിയാത്ത ആളെ കൂടെ ഞാൻ എങ്ങനെ ഒരു രാത്രി ഇവിടെ നിൽക്കുന്നത്, അതൊരിക്കലും ശരിയാവില്ല എന്നൊക്കെ മേർജൻ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ആദേശ് പറയും, നിനക്കെന്താ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര പേടിയുണ്ടോ? അപ്പോൾ അവൾ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, നിനക്കെന്താ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ആദേശ് പറയും, അതെ, കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ട് അങ്ങനെ തോന്നി. അപ്പം മേർജൻ പറയും, അല്ല നീ എന്തിനാണ് ആ ഫോൺ ആ കുതിരപ്പുറത്ത് വെച്ചത്, ഇപ്പം അതും പോയില്ലേ? അപ്പോൾ ആദേശ് പറയും, അതിന് നീ ആ കുതിരയെ പേടിപ്പിച്ച് വിടുമെന്ന് ഞാൻ വിചാരിച്ചോ? അപ്പോൾ അവൾ പറയും, അതിനത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ. അതിനുശേഷം അവരൊക്കെ ആരായിരുന്നു, എന്തിനാ നിന്നെ അവർ ഓടിപ്പിച്ചതെന്ന് ആദേശ് ചോദിക്കുമ്പോൾ അവരൊന്നും തനിക്ക് അറിയില്ലെന്ന് മേർജൻ പറയും. എങ്കിൽ വീണ്ടും ആദേശ് തന്നെ ചോദിക്കുമ്പോൾ മേർജൻ നേരെ തിരിച്ച് ചോദിക്കുകയാണ്, അല്ല നീ സത്യം പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യായിരുന്നു? ആദ്യം ആ ബോട്ടിൽ, പിന്നെ ഈ കൊക്കയിൽ, നിനക്ക് ഇവിടെ എന്താ പണിയെന്ന് ചോദിക്കും. അപ്പോൾ ആദേശ് പറയും, ബോട്ട് വെച്ച് കണ്ടത് തികച്ചൊരു കോയിൻസിഡൻസ് ആയിരുന്നു, പക്ഷേ ആ കൊക്കയിൽ വെച്ച് കണ്ടത് നീ അലർന്ന് കേട്ട് വന്നതാണ്. അപ്പോഴാണ് മേർജൻ്റെ കാലിലെ ഉളുക്ക് ആദേശ് ശ്രദ്ധിക്കുന്നത്. ആദേശ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കഴുത്തിലിരിക്കുന്ന സ്കാർഫ് എടുത്ത് അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും മേർജൻ ആകെ പേടിച്ചു പോകും. നീ എന്താ ഈ ചെയ്യുന്നത്, എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഇത് കേൾക്കുന്ന ആദേശ് പറയും, നിൻ്റെ കാലിന് ചെറിയൊരു ഉളുക്കുണ്ട്, അത് കെട്ടിത്തരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ അവൻ അത് അവൾക്ക് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇത് കേൾക്കുന്ന ആദേശ് പറയും, അതിന് ഞാനിവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. ഇത് കേൾക്കുന്ന മെർജൻ രണ്ടും കൽപ്പിച്ച് ആ ഇരുട്ടത്ത് കൂടെ തന്നെ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് അവൾ പെട്ടെന്ന് അവളെ പിടിക്കാൻ വന്ന ആൾക്കാരെല്ലാം കാണുന്നത്. അവരെല്ലാവരും ലൈറ്റ് കൊണ്ട് അവളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മെർജൻ ആകെ പേടിച്ചു പോവാണ്. പെട്ടെന്ന് ഒരാൾ അവളുടെ പിറകിലൂടെ വന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ ആദേശ് ആയിരുന്നു. ആദേശ് അവളെ വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന മെർജന് ആദേശിനോട് ഒരു വിശ്വാസം തോന്നുകയാണ്. അവനങ്ങനെ മോശക്കാരനൊന്നും അല്ലെന്ന് അവൾക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ വീണ്ടും അവളെ രക്ഷിച്ച് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദേശിൻ്റെ വീടാണ്. അവിടെ അവൻ്റെ ആൻറ്റിയും ആൻറ്റിയുടെ മകളായ അസ്ലിയും എല്ലാവരും അവനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. അസ്ലി പറയുന്നുണ്ട്, ഇവനെന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്, ഒന്ന് വിളിച്ചാൽ എടുത്തൂടെ? അവൾ അവനെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ടെൻഷനിലാണ്. അപ്പോൾ ആൻറ്റി പറയും, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുള്ളതല്ലേ, അവനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുതെന്ന് അവൻ തന്നെയല്ലേ പറയാറുള്ളത്, അവൻ വേഗം വന്നോളും, നീ പേടിക്കണ്ട. അപ്പോഴാണ് അവിടേക്ക് അവൻ്റെ ഉറ്റ സുഹൃത്തായ ജമാൽ അങ്ങോട്ട് വരുന്നത്. ജമാൽ പറയും, നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല അസ്ലി, അവൻ വന്നോളൂ. അപ്പോൾ അസ്ലി പറയും, നിങ്ങൾക്കാർക്കും എന്താ ഇങ്ങനെ ടെൻഷനില്ലാത്തത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ടെൻഷനിലായിട്ടല്ല, ഞങ്ങൾക്ക് അവന് നല്ല വിശ്വാസമുണ്ട്, അവൻ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് അറിയേണ്ടതല്ലേ. മെർജന് ആദേശിനോടൊരു വിശ്വാസം വന്നുകൊണ്ട് തന്നെ ആദേശിനോട് നന്ദി പറയാണ്. ആദേശാണെങ്കിൽ അത് വലിയ സംഭവമൊന്നുമല്ല എന്ന് മെർജനോട് പറയുന്നു. അതിനുശേഷം മെർജൻ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആദേശ് കരാനാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മെർജൻ അവളുടെ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദേശ് പറയും, നീ നിൻ്റെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവൾ ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം അവൾ അവളുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ പറയാണ്. തൻ്റെ അച്ഛനെ തന്നെ ഒരുപാട് ഇഷ്ടമാണ്, തന്നെ കാണാനായിട്ട് ഇപ്പോൾ ഒരുപാടധികം ടെൻഷൻ അടിക്കുന്നുണ്ടാവും എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ആദേശിൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരികയാണ്. അവനൊന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു പായ വിരിച്ച് അവളൊന്നും മിണ്ടാതെ അവിടെ കിടക്കുകയാണ്. ആദേശിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം കണ്ട് മേർജിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് ഓരോന്ന് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദേശ് ചോദിക്കും, നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പം മേർജൻ പറയും, ഏയ് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അതിനുശേഷം മേർജൻ കുറച്ചേരം മിണ്ടാതിരുന്ന് വീണ്ടും ആദേശിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അതേ, നിങ്ങൾ ശരിക്കും ഉറങ്ങിയോ? അപ്പോൾ ആദേശ് പറയും, അതിന് നീ എന്നെ ഉറങ്ങാൻ അയച്ചാലല്ലേ, ഒന്നും മിണ്ടാതിരിക്കോ, എനിക്ക് ഉറങ്ങണം, നീ ഉറങ്ങിക്കോ, നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതാണെന്ന് പറയും. അപ്പോൾ മേർജൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാനെങ്ങനെ കിടന്നുറങ്ങാനാ, എനിക്കൊന്നും പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ആദേശാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എങ്കിൽ തനിക്ക് ഇവിടെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല, ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന മേർജനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദേശ്. അവൾ തണുക്കുന്ന കണ്ടിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. രാവിലെ ആയോ? അല്ല, ഞാനിങ്ങനെ ഉറങ്ങി, സാധാരണ ഞാനിങ്ങനെ സിറ്റുവേഷനൊന്നും ഉറങ്ങാറില്ല, ഇതിപ്പോൾ എന്ത് പറ്റിയോ ആവോ എന്നെല്ലാം മേർജൻ ഇങ്ങനെ കുറച്ച് ചമ്മലോടെ പറയുന്നുണ്ട്. എങ്കിൽ ഇത് കേൾക്കുന്ന ആദേശ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മേർജൻ പറയും, അല്ല നിങ്ങൾ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചൂടെ? അപ്പോൾ ആദേശ് പറയും, അതിന് ഞാനെന്തിനാണ് മിണ്ടുന്നത്, ആവശ്യത്തിൽ കൂടുതൽ നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവരവിടെ
നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് മേജൻ അവരുടെ കുതിരയെ കാണുന്നത്. ആ കുതിര അവിടേക്ക് തിരിച്ചു വന്നിരുന്നു. ഇത് കാണുന്ന മേജന് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ അവൾ ഓടിപ്പോയി അതിലെ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ ആദേശ് പറയും, ദാ ഈ ഫോണിൽ നിനക്ക് ആരെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചോ, ലൊക്കേഷൻ ഞാൻ പറയാം, അവരോട് അവിടേക്ക് വരാൻ പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ അവിടെ എത്തിക്കാം. അങ്ങനെ മേജൻ അവരുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. മേജനെ കൊണ്ടുവരാൻ അച്ഛനും നസീറുമാണ് ഒപ്പം പോയിരുന്നത്. അവിടേക്ക് മേജനും ആദേശും കുതിരപ്പുറത്ത് വരികയാണ്. എനിക്ക് ഇവരുടെ ഈ വരവൊന്നും കണ്ട് നസീറിന് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നസീറിന് ഒരുപാട് കാലമായിട്ട് മേജന് ഒത്തിരി ഇഷ്ടമാണ്. ഇത് അവൻ അവളുടെ ഫാമിലിയോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നസീർ നല്ല റിച്ചാണ്. അവൻക്ക് അവരുടെ കടബാധ്യതകളെല്ലാം തീർക്കാൻ മാത്രമുള്ള പൈസയുണ്ട്. പക്ഷേ മേജന് നസീറിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതിപ്പോഴും അങ്ങനെ തന്നെ നീണ്ടു നിൽക്കുന്നത്. അങ്ങനെ മേജനെ വേഗം ആ കുതിരപ്പുറത്ത് നിന്നും നസീർ ഇറക്കുന്നുണ്ട്. ഇറക്കിയ പാടെ തന്നെ മേജൻ നേരെ പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെ മോളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ്. അച്ഛൻ്റെ പേര് ഹൈദർ എന്നാണ്. തൻ്റെ മകളെ രക്ഷിച്ചതിന് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഞങ്ങൾ നന്ദി വെറും വാക്കിലൂടെയല്ല തീർക്കാറ്, പ്രവൃത്തിയിലൂടെയാണ് തീർക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഡിന്നർ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നീ നിന്റെ ഫാമിലിയുമായിട്ട് എന്തായാലും അങ്ങോട്ട് വരണമെന്ന് ഹൈദർ പറയുന്നു. ഇത് കേൾക്കുന്ന ആദേശ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. അവർ പോയി കഴിയുമ്പോൾ അവർ ഒരുപാട് ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ആദേശിനെ നമുക്ക് കാണാം. പിന്നീട് കാണിക്കുന്നത് മേജൻ്റെ വീടാണ്. മേജൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് മേജൻ തിരിച്ചു വന്നതിൽ. അവിടെ അവളുടെ അമ്മയും അവളുടെ സഹോദരിയും പിന്നെ നസീറിൻ്റെ സഹോദരിയും അവളുടെ ഒറ്റ സുഹൃത്തുമായ ദമത്തിനെ നമുക്ക് കാണാം. അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. അതിനിടയിലാണ് അച്ഛൻ അവളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. അവൻ വീട്ടിലെത്തി ആൻറ്റി എല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആസ്ലി അവനോട് ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിന് വഴക്ക് പറയാണ്. എന്താ നീ എന്നെ അത്ര മിസ് ചെയ്തോ എന്ന് ആദേശ് അവളോട് തമാശ രീതിയിൽ ചോദിക്കും. അപ്പോൾ ആൻറ്റി പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, അവളത് എപ്പോഴും ഉള്ളത് തന്നെ അല്ലേ, അല്ല നീ പോയ കാര്യം എന്തായി? അപ്പോൾ ആദേശ് പറയും, ഞാൻ ഇന്ന് ഹൈദറിനെ കണ്ടു. ഇത് കേൾക്കുമ്പോൾ അവരെല്ലാവരും നല്ല ഷോക്കാകുന്നുണ്ട്. അവരിന്ന് നമ്മുടെ ഫാമിലി എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. മേജനെ അച്ഛൻ വേറെ ഒന്നിനല്ല വിളിച്ചുകൊണ്ടായത് നസീറിനെ കുറിച്ച് പറയാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറയും, അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിതിന് താല്പര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. പക്ഷേ അച്ഛനാണെങ്കിൽ അവൾ അതിന് സമ്മതിക്കുന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അവനെ നമുക്ക് നന്നായി അറിയാവുന്നതല്ലേ, പണ്ട് മുതൽ നിനക്ക് അവൻ അറിയാം. അവൻ നമ്മുടെ കടങ്ങളെല്ലാം തീർക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും തട്ടിക്കളയാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ അവളെ നിർബന്ധിക്കുകയാണ്. പക്ഷേ അവൾ ഇതിനൊരിക്കലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. മേജൻ ഇതിന് സമ്മതിക്കാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കുകയാണ്. തോക്കെടുത്തുകൊണ്ട് അവൻ്റെ നേരെ തന്നെ ചൂണ്ടാണ്. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വെടിവെച്ച് മരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മേജന് ആകെ കരച്ചിലും ദേഷ്യവും ഒക്കെ വരികയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അമ്മയും വരുന്നുണ്ട്. നീ നിന്റെ വാശി കാരണം അച്ഛനെ ഇങ്ങനെ കൊലക്ക് കൊടുക്കുകയാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾക്കൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ സഹി കെട്ടും. അതെ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, എനിക്കിതിന് സമ്മതമാണ് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതിനുശേഷം അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് എന്ത് ഭാവിച്ചാൽ, നിങ്ങൾ ശരിക്കും നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ പോകുമായിരുന്നു? അപ്പോൾ അതിൽ തോക്കിൽ ഉണ്ടെന്നില്ലാത്ത കാര്യം അവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇതല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ മേജനെ സമാധാനിപ്പിക്കാനായി നമ്മുടെ നസീറിന്റെ സഹോദരിയായ ദമത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. നസീറിന്റെ അനിയത്തിയായ ദമത്ത് മേജന്റെ നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ്. അവൻ ഒരുപാട് സന്തോഷത്തിലാണ് മേജൻ അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതിന്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അവൻ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അവനെ കാണുന്ന അമ്മയും അച്ഛനും എല്ലാം കൺഗ്രാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരുങ്ങി സുന്ദരിയായി മേജൻ അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്ന നസീർ അവന്റെ സമ്മാനം അവൾക്ക് കൊടുക്കുന്നു. പക്ഷേ അവൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയും. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണം ഉണ്ടാവുമെന്ന് നസീർ പറയുന്നു. എങ്കിൽ ഇതൊന്നും വലിയ താല്പര്യമില്ലാതെയാണ് മെർജൻ കേൾക്കുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മേർജന്റെ ഫാമിലിയാണ്. അവർ ആദേശിന്റെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ആദേശും ഫാമിലിയും വരുന്നത്. ആദേശ് കാറിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട് കാണുമ്പോൾ ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. ഇത് കാണുന്ന അവൻ്റെ ആൻറ്റി അവനോട് പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോൾ ദേഷ്യം പിടിച്ച് ഒന്നും ചെയ്യണ്ട, എല്ലാം നീ കൺട്രോൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നു. അങ്ങനെ മേർജന്റെ ഫാമിലിയെ കണ്ട് അവർക്ക് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് അവർ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മേർജന്റെ അമ്മ ആദേശിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം ഇത് അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് അമ്മയല്ല, പക്ഷേ തനിക്ക് അമ്മയുടെ അതേപോലെയാണ്, ആൻറ്റിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം അസ്ലിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഇത് സഹോദരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. സഹോദരിയല്ല, ഞാൻ അവൻ്റെ ആൻറ്റിയുടെ മകളാണെന്ന് പറയുന്നു. അതിനിടയിൽ ഹൈദർ തൻ്റെ മകളായ മേർജൻ്റെ വിവാഹം ഈ അടുത്തായിട്ട് നടക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഫാമിലി ഫ്രണ്ടായ നസീർ തന്നെയാണ് ചെക്കൻ എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആദേശ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം മേർജനെ നോക്കി ഒരു കൺഗ്രാജുലേഷൻ കൂടി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേർജൻ്റെയും നസീറിൻ്റെയും വിവാഹ ദിവസമാണ്. വിവാഹ ദിവസമായിട്ടും അവൾ സാധാരണ പോലെ ഒരുങ്ങിയാണ് വരുന്നത്. ഇത് കാണുന്ന അവളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇത് നിന്റെ വിവാഹമല്ലേ
എന്നിട്ട് നീ എന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും ഈ വിവാഹത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ വരാനാണ് ഇഷ്ടമെന്ന് പറയുന്നു. അവസാനമായിട്ട് അവൾ അച്ഛനോട് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് ഇത് വേണോ എന്ന്. പക്ഷേ അവർ ഇതൊരിക്കലും തടയാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ അവിടേക്ക് നസീറും അവൻ്റെ സഹോദരിയും വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അവരുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒറ്റക്കൊരു റൂമിൽ കണ്ണാടി നോക്കി മെർജൻ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് നസീർ വരുന്നത്. അങ്ങനെ അവൻ പറയുന്നുണ്ട് നിന്നെ കാണാൻ ഇന്ന് നല്ല മനോഹരമായിട്ടുണ്ട്, അതെനിക്ക് എല്ലാവരുടെ ഇടയിൽ വെച്ച് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മെർജൻ പറയുന്നത് നിനക്ക് അറിയുന്നതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാന്ന്, എന്നിട്ടും നീ എന്തിനാണ് ഈ വിവാഹത്തിന് നിൽക്കുന്നത്? എനിക്കൊരിക്കലും നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യം? അപ്പോൾ അവൻ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിന്നെ ഒരുപാട് കാലമായിട്ട് വളരെ ഇഷ്ടമാണ്, നിനക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടാവും എന്നെല്ലാം നസീർ പറയുന്നു. എങ്കിൽ അതെല്ലാം നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ് മെർജൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവരുടെ കല്യാണം നടക്കുന്നതാണ്. അവിടെ അവരോട് ചോദിക്കുന്നുണ്ട് ഈ കല്യാണത്തിന് നിങ്ങൾക്ക് താല്പര്യമാണോ? ഇത് കേൾക്കുന്ന നസീർ തനിക്ക് കുഴപ്പമൊന്നുമില്ല, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം നടത്തുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം മെർജനോടും ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മെർജൻ എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതിരിക്കുകയാണ്. അവൾ കണ്ണടച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മിറാക്കിൾ ഇവിടെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. അവിടേക്ക് വാതിൽ ആഞ്ഞു തുറന്ന് ഒരാൾ വരികയാണ്. അതാരെന്ന് വെച്ചാൽ നമ്മുടെ ആദേശ് തന്നെയാണ്. ഇത് കാണുന്ന മെർജൻ നല്ല ഷോക്കാവുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ജമാലും അവൻ്റെ കുറേ ആൾക്കാരുമാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിലെല്ലാം തോക്കുമുണ്ട്. അവരെല്ലാവരെയും ആ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താണ്. ഇതെല്ലാം കാണുന്ന മെർജൻ ശരിക്കും ഷോക്കാവാണ്. ആദേശ് നേരെ മെർജൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നു. ഇതെല്ലാം കാണുന്ന മെർജന് ഒന്നും മനസ്സിലാവാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് നസീർ വന്ന് ആദേശിനോട് പറയുന്നത് നീ എന്തായി കാണിക്കുന്നത്, ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ, മാറി നിൽക്കെന്ന് പറഞ്ഞ് അവരവിടെ വഴക്കുണ്ടാക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ വീണ്ടും തോക്ക് ചൂണ്ടി നസീറിനെ ഭീഷണിപ്പെടുത്താണ്. അതിനുശേഷം മെർജൻ്റെ കൈയും പിടിച്ച് അവളെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മെർജന് ഇതിന് ഒരുപാട് നിരസിക്കുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും വീണ്ടും അവളെ വലിച്ചഴച്ച് അവളെ അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് കാറിലിരുത്തി പോവുകയാണ്. ഇതെല്ലാം കാണുന്ന നസീർ ആകെ കലി തുള്ളി അങ്ങോട്ട് വരികയാണ്. അവനും അതേപോലെ തന്നെ കാർ എടുത്ത് അവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇത് കാണുന്ന മെർജൻ പറയുന്നുണ്ട് നിനക്കെന്താ വട്ടി പിടിച്ചോ? അവരെല്ലാവരും നീ ഇങ്ങനെ ചെയ്തിട്ട് നോക്കി നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ആരും അവർ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്കിൽ അത്യാവശ്യം ഒന്നും മിണ്ടാതെ തന്നെ വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോവാണ്. നസീറും അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഇത് കാണുന്ന ജമാലും ടീംസും അവനെ തടുക്കാൻ വേണ്ടി അവരുടെ വണ്ടിയിൽ വരുന്നു. അങ്ങനെ അവർ ഒരു വിധത്തിൽ നസീറിൻ്റെ വണ്ടി അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ഒരുപാട് തവണ മെർജൻ അദേശിനോട് വണ്ടി നിർത്താൻ പറയുമ്പോൾ ആളൊഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ അദേശ് അവിടെ വണ്ടി നിർത്തുകയാണ്. കാറിന് ഇറങ്ങിയെന്ന മെർജൻ അദേശിനോട് പറയും നോക്ക് ഞാൻ നിങ്ങളോട് ഒരുപാട് സമാധാനത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തായി ചെയ്തത്? എന്തിനാണ് നിങ്ങൾ എന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്? ഇത് കേൾക്കുന്ന ആദേശ് ചോദിക്കും നിനക്ക് ആ കല്യാണത്തിന് ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നോ? ഇത് കേൾക്കുന്ന മെർജന് നല്ല ദേഷ്യം വരും. എനിക്കതിന് താല്പര്യം ഉണ്ടായാലും ഇല്ലെങ്കിൽ നിങ്ങൾക്കെന്താ എന്ന് പറഞ്ഞ് അവളവിടെ വീണ്ടും വഴക്കൂടും. അങ്ങനെ ആദേശം ദേഷ്യം വന്ന് അവളോട് പറയും ഇതൊക്കെ ചെയ്യാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ നിന്റെ രക്ഷകനായിരിക്കാം, ചിലപ്പോൾ നേരെ തിരിച്ചുമായിരിക്കാം. അതേതാണെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. സത്യം പറഞ്ഞാൽ നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നല്ലോ, പിന്നെന്താ? എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് മെർജൻ ചോദിക്കുമ്പോൾ ആദേശ് പറയും അത് വേറെ ആരുമില്ല, നിന്റെ കണ്ണ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ മെർജൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. നിനക്ക് വേറൊരു നല്ല ഓഫർ കൂടി എൻ്റെ കയ്യിലുണ്ടെന്ന് ആദേശ് പറയുന്നു. ഇത് കേൾക്കുന്ന മെർജൻ എന്ത് ഓഫറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുവേണ്ടി നീ ആദ്യം കാറ് കയറിയിരിക്കുന്നു പറയും. അങ്ങനെ ആദേശ് കാറിനുള്ളിൽ കയറിയിരിക്കുന്നു. മെർജനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്ന് കരയാണ്. അതിനുശേഷം അവൾ കണ്ണീരൊക്കെ തുടച്ച് അവൻ്റെ കാറിൽ തന്നെ കയറിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മെർജൻ്റെ വീടാണ്. അവിടെ പതിവ് പോലെ തന്നെ അവളുടെ അച്ഛൻ അവളുടെ സഹോദരനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വാതിലും തുറന്നുകൊണ്ട് ആദേശും മെർജനും വരുന്നത്. മെർജൻ്റെ കൈയും പിടിച്ച് കയറി വരുന്ന ആദേശിനെ കണ്ട് ഹൈദറിന് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഹൈദർ ആദേശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദേശ് പറയും അനങ്ങി പോകരുത്, നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങളിപ്പോൾ കേട്ടേ പറ്റും. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓഫറുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അതെല്ലാം ഞാൻ തീർത്തു തരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട്, 187 ദിവസം. അതെ, ഈ 187 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റേതായിരിക്കും. അതായത് നിങ്ങളുടെ ഈ വീടും സ്ഥലവും നിങ്ങളുടെ ജോലിയും എല്ലാം എൻ്റെ അണ്ടറിലായിരിക്കും. ഇതെല്ലാം വെറും 187 ദിവസത്തിന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം നിങ്ങളുടെ സ്ഥലവും വീടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതാണ്. പോരാത്തതിന് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടുന്നതുമാണ്. അതുമല്ല ഇതിനെല്ലാം വേറൊരു വലിയ കണ്ടീഷൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ മെർജൻ്റെ അടുത്തേക്ക് വരും. നിങ്ങളുടെ മകളായ മെർജനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം 187 ദിവസത്തിന് വേണ്ടി. ഇതെല്ലാം കേട്ട് മെർജൻ ആകെ ഷോക്കാവാണ്. നിങ്ങളുടെ വീടും സ്ഥലവും എല്ലാം നിങ്ങൾക്ക് 187 ദിവസം കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന പോലെ തന്നെ ഇവളെയും ഞാൻ 187 ദിവസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നതാണ്. ഇതാണ് എൻ്റെ ഓഫർ എന്നും പറഞ്ഞ് ആദേശ് അവിടെ നിന്നും പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആദേശിൻ്റെ ഒരു പ്ലാനായിരുന്നു. അതായത് അവരാദ്യമായി കണ്ടുമുട്ടുന്നതും അവൾ ആ ബോട്ടിൽ കയറുന്നതും അവളെ പിടിക്കാനായ ആൾക്കാർ വരുന്നതും ആ കുതിരപ്പുറത്ത് വന്ന് അവളെ രക്ഷിക്കുന്നതും ഇതെല്ലാം അവൻ്റെ ഒരു പ്ലാനായിരുന്നു. ഇത് ഇന്നും നേരം തുടങ്ങിയൊന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്ലാനായിരുന്നു ഇത്. അതായത് ഹൈദറിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ആദേശ് വന്നിരിക്കുന്നത്. അവരുടെ മൊത്തം ഹിസ്റ്ററിയും അവൻക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പ്ലാനാണിത്. അതായത് ആദേശിൻ്റെ റിവെഞ്ചിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് എന്ന് കാണിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് ആദേശ് അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഓടി വന്ന് മെർജൻ ആദേശിൻ്റെ കൈ പിടിച്ച് അവിടെ തടയാണ്. ഇത് കാണുമ്പോൾ ആദേശിന് അവരുടെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. ഇതോടുകൂടി അറഫ്ത എന്ന ടർക്കിഷ് സീരീസിലെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.